മുത്തശ്ശി ഇതാ കളരി പഠിക്കാനല്ലേ മുത്തശ്ശി? കളരി പഠിക്കാനല്ലേ? കളരി പഠിക്കല്ല, കളരിയുടെ അവിടെ ഭഗവത്ഗീത എന്തൊക്കെ വായനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പോവാണ്. ഗീതാ പാരായണല്ലേ അമ്മേ? ആ ഭജന. ഞാൻ മുത്തശ്ശി കളരി പഠിക്കാൻ പോവാന്ന്. ഞാൻ മുത്തശ്ശി കളരിക്ക് പറയുമ്പോ എന്റെ ജനം കളരി പഠിക്കാൻ പോവാന്ന്. ആ ആയോധന കലയാണേ, നല്ലതല്ലേ? നമ്മളങ്ങനെ ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. മുത്തശ്ശീനെ കളരിക്കൊക്കെ പറഞ്ഞയച്ചു. മാഷ ചക്കയാണ്. അതെ, പഴുത്തിട്ടുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. അതെ, മാഷ ചക്ക ഇടുമ്പോ ഞങ്ങൾ ആലോചിക്കും. മാഷ ഞങ്ങൾക്ക് എപ്പോഴും ചക്ക തരാറുണ്ടേ. അതെ, മുത്തശ്ശിയുടെ വെണ്ടൊക്കെ ഏകദേശം കഴിയാറായി. ഉറക്കം ശരിയാവാനിട്ടേ ഒരു സുഖല്യ. കുഞ്ഞാവ ടാറ്റ പോവാണ്. കുഞ്ഞാവേനെ പുറത്തേക്കൊന്ന് വിട്ടാ നമ്മളീ എന്താമ്മേ കൂട്ടിന്റെ ഉള്ളില് കോഴിക്കുട്ടിയോ അല്ല കോഴിക്കുട്ടീനെ പുറത്തിറക്കുമ്പോളോ? അതെ, നല്ല കണ്ണായ സ്ഥലാണ്. അതെ, നമ്മള് പണ്ടോട് ചീരയൊക്കെ നട്ടായിരുന്നു. അന്ന് മാഷെടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അതെ, അപ്പൊ മാഷ് പറഞ്ഞു ഏതായാലും ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കുകയാണല്ലോ. ഇപ്പൊ പിന്നെ വാഴയൊക്കെ വെച്ചു കേട്ടോ. അപ്പൊ മാഷ് പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങളെ ചീര നട്ടോളൂ പറഞ്ഞു. ഉണ്ടായിരുന്നു ചീര, ചെരങ്ങ, പാട സൈഡ് ആവുകൊണ്ടേ. കുഞ്ഞാവേ ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ആണോ? ആ അതെ, ഞങ്ങള് +2 പഠിക്കുന്ന സമയത്ത് അന്ന് ഞാന് അനഘ അഹല്യ ഞങ്ങളെല്ലാരും അങ്ങോട്ട് പോയിണ്ടായിരുന്നു. എങ്ങട്? കാക്ക. അതെ, ഇപ്പൊ ഫുള്ള് ഇതായില്ലേ? ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ദിവസം റീൽ എടുക്കാം. ഈ സമയമാകുമ്പോ വരണം, പക്ഷെ എത്ര അടുത്തായോണ്ടേ നേരൊരു വഴി ഇങ്ങനെ വേണമായിരുന്നു. എന്നാ സുഖ. നമുക്ക് തോടൊക്കെ തോട്ടിക്ക് എങ്ങിയാലേ ആ പൂക്കള് കണ്ടുവോ? മഞ്ഞപ്പൂ, കമ്മൽപ്പൂ. ആ ഇവിടെ പോയേക്കാം, ജസ്റ്റ് ഒന്ന് പോയേക്കാം. ആ ഇരുട്ടാവാനായിട്ടുണ്ട്. ആ ഇത് നമ്മളെ സാഞ്ചേശ്വരം തന്നെ അല്ല അല്ലേ? എന്തേ? മനസ്സിലായോ? നല്ല പാടാട്ടോ, നല്ല രസാ കാണാൻ. കൊള്ളണ്ട് ഇത്ര ഗൈസ് അവിടെ. ആ കരിങ്കണ്ട നോക്കരുത്. ഇത് നമ്മളുടെ സ്വന്തം കൃഷി കേട്ടോ, അല്ലാട്ടോ വേറെ ആരുടെയാണ്. ഞങ്ങൾ വെറുതെ പറഞ്ഞു.
കൊള്ളണ്ടോ? കൊള്ളണ്ടോ? ഇങ്ങടെ ആ ഇപ്പൊ തന്നെ വീണേനെ. കിണറ് ഞാനന്നേ ഇത് പറിക്കാൻ പോയി. ആ വെള്ളം കോരി കുളിക്കാനൊക്കെ പറ്റൂലേ? പക്ഷെ ഇത് ആരും അറിയാത്തോണ്ട് ചെലപ്പോ പെട്ടെന്ന് പേടിക്കും. കണ്ടു. ഇത് പയർ തന്നെയാണോ അമ്മേ? പയറ്. ഇതിനപ്പുറത്ത് പൂള. ആ കൊറേ ഉണ്ട് അല്ലേ പൂള കൃഷി? അതെ, താഴെ കുറ്റിപ്പയർ തോന്നുന്നുണ്ട് അല്ലേ? അങ്ങോട്ട് പണിയാൻ പോവാണ്. വേണ്ട അല്ലേ? നോക്കട്ടെ, പോവാൻ പണിയാ? കുഞ്ഞാവെ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാ. അമ്മും മാളും പണി പോയിക്കോളൂ. പോവാൻ പണിയാല്ലേ? ഞാൻ പോവാറുണ്ട്. ഒറ്റയ്ക്കാകുമ്പോ കുഴപ്പമില്ല, അതിലിങ്ങനെ പിടിച്ച് പിടിച്ച് പോവാ. വീണാലോ? നോക്കണേ. ഞാൻ അങ്ങനെ വരാറ് ഉച്ചയ്ക്ക്. അങ്ങനെ ഉണ്ടാകുമ്പോ വരുന്ന വഴി എന്റെ അമ്മേ ഭയങ്കര റിസ്കി ഫാക്ടറാണ്. ഇതൊക്കെ പറിച്ചിട്ട് ഒരു അര-മുക്കാൽ മണിക്കൂർ ഞാൻ ഇവിടെ ഉണ്ടാവും. അല്ലേ അമ്മ അതിനെ നടത്തി കൈ പിടിച്ച് നടത്തല്ലേ നല്ലേ? ഏ പിടുത്തം പിടിച്ചോളൂ അമ്മേ. അയ്യേ ഈ വരമ്പ് ശരിക്കും കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ രസമായിരുന്നു അല്ലേ? ആ അതെ അതെ. എന്തൊക്കെയോ ചാടുണ്ട് നിന്റെയൊക്കെ ഉള്ളിലേക്ക്. ഞണ്ടും തവളൊക്കെയാ തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ള പാടം, നല്ല പച്ചപ്പ് കിട്ടോ, നല്ല രസം അവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള എയർ, കാണാനും നല്ല ഭംഗിയുണ്ട്. നിങ്ങളെ നാട്ടിൽ നിങ്ങളെ വീടിന്റെ തൊട്ടടുത്ത് പാടങ്ങളൊക്കെ ഉണ്ടോ? അതോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഫീല് തോന്നുന്നുണ്ടോ? നല്ല മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയൂ കേട്ടോ. ആ ഓക്കെ, നമുക്ക് പോവാം. ഞാൻ തന്നെ എങ്ങനെ പോരണ എനിക്കറിയില്ല, ഫോണ് കയ്യിൽ നിന്ന് വീഴാനേ. ആ അമ്മ ഓടല്ലോ അമ്മേ, ഞാൻ എത്തട്ടെ. പാടം പൂത്ത കാലം അങ്ങനെ പാടത്തിനോടൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു നമ്മൾ പോവാണ്. കുറച്ച് പൂവ് കിട്ടി, കമ്മൽ പൂവ് പോലത്തെ. അതെ, വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികളെയും കൊണ്ടൊക്കെ ഇങ്ങനെ വെറുതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വേറൊരു ഫീലാണ്. എപ്പോഴും ടി വി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഓരോ സംസാരിച്ചിരിക്കുകയെ ഒക്കെ മാറ്റിയിട്ട്. അതെ 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 അതെ. അവിടെ ഇറങ്ങാൻ പറ്റില്ലേ? അവിടെയോ? എന്നാ പോവാ. അങ്ങനെ നമ്മൾ തോട്ടിലേക്ക് പോവാണ്. തോട് കാണിച്ചാട്ടോ അവിടുത്തെ. ഞാൻ ഒന്നും ഇല്ല. കാക്കകളെ കണ്ടോ? കാക്കകളൊക്കെ വീട്ടിലേക്ക് പോയി ഉറങ്ങാൻ. അതാ
പോണു. ഇവിടെ പല കളറുള്ള തെച്ചികളുണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ട് അധികം എല്ലാവർക്കും മനസ്സിലാവില്ല. എന്നാ പോവാല്ലേ? അങ്ങോട്ട് പോണ്ട. കുഞ്ഞാവിയും സോഫ കവറും ഒരേ കളറ് മാച്ച്. നമ്മള് കുളമല്ല തോടൊക്കെ കാണിക്കാൻ വെച്ചു, അളവൊക്കെ കാണിക്കാൻ വെച്ചു. പക്ഷെ അവിടെ കൊറേ പേര് കുളിക്കായിരുന്നു. പോയി. പിന്നെ അത് മാത്രല്ല കുളിക്കണമുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ അങ്ങോട്ട് പോകുന്നു. കൊണ്ടാട്ടം കാണിച്ചത് ഇത് ഉദ്ദേശിച്ച് ഉണ്ടാക്കിയ പൂള കൊണ്ടാട്ടം കേട്ടോ. അത് കവറിൽ ഇട്ടിട്ട് നടക്കല പണി ഇപ്പൊ അല്ലേ? എല്ലാവർക്കും കൊടുക്കൂ. അങ്ങടല്ല, ഇവിടെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൊടുക്കൂ. എല്ലാവർക്കും വേണോ? ഇതാ പറയൂ. ക്യാമറയിൽ നോക്കി പറയൂ. വേണോ ചോദിക്കൂ. കഴിച്ചോളൂ പറയൂ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് രാത്രി ഡിന്നറിനായിട്ട് റാഗിപ്പുട്ടും ചെറുപയർ കൂട്ടാനുമാണ്. ഉച്ചക്ക് ഗോതമ്പ് കഞ്ഞി കഴിച്ചോണ്ട് ഇത്തിരി കഴിച്ചുള്ളൂ. അമ്മയുടെ മാങ്ങാ ചമ്മന്തി ഉണ്ടായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാങ്ങാ ചമ്മന്തി കൂടുതൽ കഴിച്ചു. കഞ്ഞീനേക്കാൾ കൂടുതൽ മാങ്ങാ ചമ്മന്തി കഴിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിണ്ടാവില്ലേ ഞാൻ എത്ര കഞ്ഞി കുടിച്ചെന്നുള്ളത്? അതെ, റാഗി പുട്ടുണ്ടാക്കും, പിന്നെ അതുപോലെ ചെറുപയർ കൂട്ടാനും ഉണ്ടാക്കും. ഷോർട്സ് ആയിട്ട് അമ്മ കഴിക്കണ വീഡിയോ ഇടാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ബൈ. കുഞ്ഞാവി ഉമ്മ കൊടുക്കും എല്ലാവർക്കും.